ഹായ്, ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. ബേബി പ്ലാൻ ചെയ്യുന്നവർക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ ചെയ്ത് വിജയിച്ച കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ബോഡിയിൽ എന്താണോ പ്രശ്നം അതിനെ നമ്മൾ പരിഹരിക്കണം. അതായത് ഇപ്പോൾ PCOD, PCOS, തൈറോയിഡ് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ പരിഹരിക്കണം. നമ്മൾ നല്ലൊരു ഡോക്ടറിനെ പോയി കണ്ട് അതാദ്യം നമ്മൾ അറിയണം. നമ്മുടെ ശരീരത്തിൽ എന്താണ് പ്രശ്നം അതാദ്യം അറിയണം. PCOD അറിയാമല്ലോ, ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് എക്സസൈസൊക്കെ എടുത്ത് വെയിറ്റൊക്കെ കുറച്ച് അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം തനിയെ അത് കുറഞ്ഞോളും. PCODക്ക് മെഡിസിൻ എടുത്തുകൊണ്ടിരുന്ന പ്രഗ്നൻ്റ് ആയവർ എനിക്ക് ഒരുപാട് പേരെ അറിയാം. ഇപ്പോൾ PCOD വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ അത് മാറി വരാൻ കുറച്ച് സമയമെടുക്കും, ക്ഷമ വേണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ മൈൻഡ് ഓക്കെ ആക്കണം. നമ്മൾ റിലാക്സ് ചെയ്യണം, എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കണം. അതായത് കല്യാണം കഴിഞ്ഞ് 1 വർഷമായി 2 വർഷമായി കുട്ടികൾ കിട്ടുന്നില്ല, നമ്മളെക്കാളും മുന്നേ കല്യാണം കഴിഞ്ഞവർക്ക് കുഞ്ഞുങ്ങൾ കിട്ടി, ഇതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യം തന്നെ. നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ഒക്കെ വേണം. അപ്പം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം, എങ്കിലും നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് വരുള്ളൂ. ഇവരും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കരുത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആവാൻ കുറച്ച് ലേറ്റായെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ പേരുകളൊക്കെ വീഴും. നമ്മളെ കുറേ പേര് എന്തെങ്കിലുമൊക്കെ പറയും, അതൊന്നും കേൾക്കരുത്. ചെവിയുടെ ഇതുവരെ കൊണ്ടുവന്നിട്ട് അതങ്ങ് കളയണം. നമ്മളെടുത്ത് മനസ്സിൽ വെച്ചിരിക്കുക, മൈൻഡിൽ വെച്ചിരിക്കുക ചെയ്യരുത്. നമ്മുടെ ബോഡിയാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ സന്തോഷമായിട്ട് റിലാക്സ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ തന്നെ നോക്കി നമ്മൾ മുന്നോട്ട് പോവുക. ഇവരും പറയുന്ന കാര്യങ്ങൾ കേൾക്കരുത്. സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ജോലി തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ കാണും, പക്ഷേ എന്നാലും നമ്മളെപ്പോഴും നമ്മുടെ ബോഡിക്ക് കുറച്ച് സമാധാനം കൊടുക്കണം. ഇവരും പറയുന്ന കാര്യങ്ങളൊന്നും കേട്ട് സ്ട്രെസ്സായി ഡിപ്രഷനായി ഈ ഹോർമോൺസിനെയൊക്കെ നമ്മൾ നശിപ്പിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ഈ സ്ട്രെസ്സും ഡിപ്രഷനും കൊണ്ട് നമ്മുടെ പ്രശ്നം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെയല്ല വേണ്ടത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി മൈൻഡും ബോഡിയൊക്കെ ഹാപ്പി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുഞ്ഞാവിട്ട് ഒരു നല്ല ഡോക്ടറിനെ കാണിക്കണം. നല്ല ഡോക്ടർ എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാവും ഗവൺമെൻറ് ഹോസ്പിറ്റലാവും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്ത് കാണിച്ച് ആദ്യം ഡോക്ടറിന് വിശ്വാസം വേണം. അല്ലാതെ ഡോക്ടറിനെ കുറ്റം പറഞ്ഞിട്ട് മരുന്ന് കഴിച്ചേക്കില്ല, സത്യമായിട്ട് ഏൽക്കില്ല. നമ്മൾ ഡോക്ടറിന് വിശ്വാസം വേണം. ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. അവർ പറയുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ എത്തണം. സ്കാനിങ്ങുകളൊക്കെ മുടങ്ങാതെ ചെയ്യണം. പിന്നെ സ്ത്രീക്കാണോ പുരുഷനാണോ പ്രശ്നമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പം അത് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം നിങ്ങൾ നോക്കുക. അതിപ്പം ആൺകുട്ടിക്കാണെങ്കിൽ അതിന് ചികിത്സകളുണ്ട്, പെൺകുട്ടിക്കാണെങ്കിൽ അങ്ങനെയുണ്ട്. പിന്നെ ലാസ്റ്റ്, ഒരു വന്ധ്യതാ പ്രശ്നക്കാരിയാണ് ഞാൻ. എനിക്ക് കുഞ്ഞുങ്ങൾ കിട്ടില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളും ചെയ്താണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയൊക്കെയാണ് ഞാൻ ബേബി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഉറപ്പായിട്ട് സന്തോഷമായിട്ടിരിക്കണം. മനസ്സും ശരീരമൊക്കെ സന്തോഷമായിട്ടിരുന്ന കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. ദൈവം അനുഗ്രഹിച്ച് ഒത്തിരി കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്താനുള്ള ആരോഗ്യവും ദൈവം തരും. മുന്നേ പറഞ്ഞ പോലെ ഇവരും പറയുന്ന കാര്യങ്ങൾ കേൾക്കരുത്. നല്ല കാര്യങ്ങൾ എടുക്കുക, മോശപ്പെട്ട കാര്യങ്ങൾ എടുക്കുക. നമ്മുടെ മനസ്സിനും ശരീരത്തിനും മോശമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എടുക്കണ്ട. അതിപ്പം അമ്മ പറഞ്ഞു, അമ്മായിയമ്മ പറഞ്ഞു, അവർ പറയും, അവരുടെ പ്രായം അതാണ്, അവർ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം, അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അതൊന്നും കേൾക്കണ്ട, അതൊന്നും എടുത്ത് ചെവി കൊള്ളണ്ട, അതൊന്നും എടുത്ത് മൈൻഡിൽ വയ്ക്കരുത്. നമുക്ക് നമ്മളെ കാര്യമാണ് വലുത്. നമുക്ക് നമ്മളെ കാര്യം സക്സസ് ആവണം. അതിനുവേണ്ടി നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.